പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: യഹോവ എൻ്റെ വേദനയോട് ദുഃഖം കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം ബാരൂക്ക്. ഇരമ്യാവ് 45:3. ക്വസ്റ്റ്യൻ: ഫ്രാത്ത് നദിയിൽ പ്രവചന പുസ്തകം ഒരു കല്ല് കെട്ടി എറിഞ്ഞവൻ ആര്? ഉത്തരം സെരായാവ്. 51:61 മുതൽ 63 വരെ. ക്വസ്റ്റ്യൻ: യഹോവയോട് അതിഭയങ്കരമായുള്ളത് ചെയ്തതാര്? ഉത്തരം ഇസ്രായേൽ കന്യക. ഇരമ്യാവ് 18:13. ക്വസ്റ്റ്യൻ: ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നതാര്? ഉത്തരം പ്രവാചകന്മാരും പുരോഹിതന്മാരും. 8:10. ക്വസ്റ്റ്യൻ: ഇരമ്യാവിനെ ആമത്തിലിട്ട പുരോഹിതൻ ആര്? ഉത്തരം പശ്ഹൂർ പുരോഹിതൻ. 20:2. ക്വസ്റ്റ്യൻ: ദേശത്ത് മഴയില്ലായ്കയാൽ ലജ്ജിച്ച് തല മൂടുന്നതാര്? ഉത്തരം ഉഴവുകാർ. 14:4. ക്വസ്റ്റ്യൻ: യഹോവയുടെ ക്രോധമെന്ന ചുഴലിക്കാറ്റ് ആരുടെ തലമേലാണ് ചൂഴ്ന്നടിക്കുന്നത്? ഉത്തരം ദുഷ്ടന്മാരുടെ. ഇരമ്യാവ് 30:23. ക്വസ്റ്റ്യൻ: കൽദയ സൈന്യം സിദെക്കീയ രാജാവിനെ എവിടെ നിന്നാണ് പിടിച്ചത്? ഉത്തരം യെരിഹോ സമഭൂമിയിൽ നിന്ന്. 52:8. ക്വസ്റ്റ്യൻ: പട്ടണങ്ങളുടെ എണ്ണത്തോളം ദേവന്മാർ ഉള്ളതാർക്ക്? ഉത്തരം യഹൂദയ്ക്ക്. 11:13. ക്വസ്റ്റ്യൻ: യെഹോയാക്കീം രാജാവ് അരമനയുടെ തട്ട് പണിതത് ഏത് വൃക്ഷം കൊണ്ടാണ്? ഉത്തരം ദേവദാരു. 22:14-15 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഓടിപ്പോകുവിൻ, പിന്തിരിഞ്ഞ് കുഴികളിൽ പാർത്തുകൊള്ളുവിൻ എന്നാരോടാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ദദാൻ നിവാസികളോട്. 49:8. ക്വസ്റ്റ്യൻ: ആരെയാണ് യഹോവ കാഞ്ഞിരം തീറ്റി നഞ്ചുവെള്ളം കുടിപ്പിക്കുന്നത്? ഉത്തരം യെരുശലേമിലെ പ്രവാചകന്മാരെ. 23:15. ക്വസ്റ്റ്യൻ: ആരുടെയൊക്കെ ആരവം നിമിത്തമാണ് നഗരവാസികൾ ഓടിപ്പോകുന്നത്? ഉത്തരം കുതിരച്ചേവകരുടെയും വില്ലാളികളുടെയും. 4:29. ക്വസ്റ്റ്യൻ: യോശിയാവ് ആരുടെ മകനായിരുന്നു? ഉത്തരം ആമോന്റെ. 1:2. ക്വസ്റ്റ്യൻ: യഹൂദയുടെ വാൾ എന്തുപോലെയാണ് പ്രവാചകന്മാരെ തിന്നുകളഞ്ഞത്? ഉത്തരം നശിപ്പിക്കുന്ന സിംഹത്തെ പോലെ. 2:30. ക്വസ്റ്റ്യൻ: സെഫന്യ പുരോഹിതന്റെ പിതാവിന്റെ പേര്? ഉത്തരം മയസേയാവ്. 29:25. ക്വസ്റ്റ്യൻ: ബെൻഹിന്നോം താഴ്വരയുടെ മറ്റൊരു പേര്? ഉത്തരം തോഫെത്ത്, കൊലത്താഴ്വര. 7:32. ക്വസ്റ്റ്യൻ: ഏത് മലയിൽ നിന്നാണ് അനർത്ഥം പ്രസിദ്ധമാക്കുന്നത്? ഉത്തരം എഫ്രയീം മല. 4:15. ക്വസ്റ്റ്യൻ: മഹാഗർവിയായ ദേശം? ഉത്തരം മോവാബ്. 48:29. ക്വസ്റ്റ്യൻ: അഴകുള്ള പശുക്കിടാവ്? ഉത്തരം മിസ്രയീം. 46:20. ക്വസ്റ്റ്യൻ: കുറുനരികളെ പോലെ മൊട്ടക്കുന്നിൽ നിന്നുകൊണ്ട് കിഴക്കുന്നത് ആര്?
ഉത്തരം കാട്ടുകഴുത. 14/6. ക്വസ്റ്റ്യൻ: ഇരമ്യാവ് വാങ്ങിയ നിലത്തിന്റെ വില എത്ര? ഉത്തരം 17 ശേക്കെൽ വെള്ളി. 32/9. ക്വസ്റ്റ്യൻ: യഹോവയുടെ സിംഹാസനം എന്ന് പേരാകുന്ന നഗരമേത്? ഉത്തരം യെരുശലേം. 3/17. ക്വസ്റ്റ്യൻ: വയലിൽ പ്രസവിച്ചിട്ട് പുല്ലില്ലായ്കയാൽ വയലിൽ ഉപേക്ഷിക്കുന്ന മൃഗം? ഉത്തരം മാൻപേട. 14/5. ക്വസ്റ്റ്യൻ: സ്വന്ത ഛർദിയിൽ കിടന്നുരുളുന്നതാര്? ഉത്തരം മോവാബ്. 48/26. ക്വസ്റ്റ്യൻ: സ്തംഭന വിഷയമായി തീർന്ന ദേശമേത്? ഉത്തരം ഏദോം. 49/17. ക്വസ്റ്റ്യൻ: ജന്മദിവസത്തെ ശപിച്ച പ്രവാചകൻ ആര്? ഉത്തരം ഇരമ്യാവ്. 20/14. ക്വസ്റ്റ്യൻ: സുന്ദരിയും സുഖഭോഗിനിയുമായവൾ ആര്? ഉത്തരം സിയോൻ പുത്രി. 6/2. ക്വസ്റ്റ്യൻ: ഇരമ്യാവിന്റെ പിതാവിന്റെ ജോലി എന്തായിരുന്നു? ഉത്തരം പുരോഹിതൻ. 1/1. ക്വസ്റ്റ്യൻ: പീഡനം നിറഞ്ഞിരിക്കുന്നത് എവിടെ? ഉത്തരം യെരുശലേം. 6/6. ക്വസ്റ്റ്യൻ: ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ഇളകി വരുന്നത് എന്ത്? ഉത്തരം വലിയ കൊടുങ്കാറ്റ്. 25/32. ക്വസ്റ്റ്യൻ: വിശ്വാസപാതകി എന്ന് പറയപ്പെട്ടത് ആരെ? ഉത്തരം യഹൂദ. 3/7. ക്വസ്റ്റ്യൻ: വിശ്വാസത്യാഗിനി എന്ന് പറയപ്പെട്ടത് ആരെ? ഉത്തരം ഇസ്രായേൽ. 3/6. ക്വസ്റ്റ്യൻ: ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടുന്നത് എന്ത്? ഉത്തരം അനർത്ഥം. 25/32. ക്വസ്റ്റ്യൻ: ബേത്ത് ഹക്കേരെമിൽ എന്ത് ഉയർത്തുവാനാണ് പ്രവാചകൻ ബെന്യാമിൻ മക്കളെ ആഹ്വാനം ചെയ്തത്? ഉത്തരം തീക്കുറി. 6/1. താങ്ക്സ് ഫോർ വാച്ചിങ്.